Good morning. Good morning. Good morning, teacher. ജാസ്മിനും തുഷാരും എത്തി അല്ലേ? ഓക്കെ, 2 മിനിറ്റ് കൂടി നോക്കാം നമുക്ക് ആരെങ്കിലും ജോയിൻ ചെയ്യുമെന്ന്. കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ നോക്കിയായിരുന്നോ? റീഡ് ചെയ്തോ? Yes, teacher. തുഷാര? Yes, teacher. ഓക്കെ, എവിടെ വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? ക്യാപിറ്റൽ എക്യുപ്മെന്റും അതുപോലെ തന്നെ ഓർഡിനറി പർച്ചേസ് അതൊക്കെ നമ്മൾ എടുത്തായിരുന്നില്ലേ? ആ ഡിഫറൻസ്, പ്രൈം ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി പർച്ചേസ് ആൻഡ് ക്യാപിറ്റൽ. Yes, teacher. അതുവരെ എടുത്തായിരുന്നു. ഓക്കെ, അതുവരെയും കംപ്ലീറ്റ് ആയിരുന്നു അല്ലേ? നമ്മൾ ഏതൊക്കെയാ ഡിഫറൻസ് പറഞ്ഞ? ക്യാപിറ്റലും എക്യുപ്മെന്റ് പർച്ചേസും ഓർഡിനറി പർച്ചേസും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ? എക്സ്റ്റൻസ് ഓഫ് നെഗോഷിയേഷൻ എങ്ങനെയാ? ചർച്ചയുടെ നീളല് എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ എക്യുപ്മെന്റിൽ എങ്ങനെയായിരിക്കും? നെഗോഷിയേഷൻ എങ്ങനെയായിരിക്കും? എക്സ്റ്റൻസ് ഓഫ് നെഗോഷിയേഷൻ എങ്ങനെയായിരിക്കും? ഹൈ ആയിരിക്കും. ഹൈ ആയിരിക്കും അല്ലെ? ഹൈ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിൽ ആ ചർച്ച, അത് നമ്മള് ഒരു വലിയൊരു എക്യുപ്മെന്റ് ആണ് വാങ്ങുന്നത്. അപ്പൊ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നത് കൂടുതലായിരിക്കും. ആ ചർച്ചയുടെ നീളല്, ആ ചർച്ച എങ്ങനെയായിരിക്കും? എക്സ്റ്റൻഷൻ ഹൈ ആയിരിക്കും. ലോ ഇൻ ഓർഡിനറി പർച്ചേസ്. ഓർഡിനറി പർച്ചേസിൽ ലോ ആയിരിക്കും. പിന്നെ ലീഡ് ടൈം റിക്വയർമെന്റ്, അതിന് എടുക്കുന്ന ടൈം ഹൈ ഇൻ ക്യാപിറ്റൽ പർച്ചേസില്, ലോ ഇൻ ഓർഡിനറി പർച്ചേസ്. പിന്നെ നെക്സ്റ്റ് ഏതാ പറഞ്ഞ? സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ എങ്ങനെയായിരിക്കും? അതിന്റെ ചെലവ് Very high in cap. റീഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് Very high in capital. Very high in capital. ഓക്കെ, വെരി ഹൈ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് അവൈലബിലിറ്റി ഓഫ് സോഴ്സ്. വെരി ലോ ഇൻ ക്യാപിറ്റൽ. വെരി ലോ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലേ? രണ്ടുപേർക്കും ഒരു എനർജി ഇല്ലാതിരിക്കുന്നേ എന്തു പറ്റി? സൗണ്ട് കുറവാണല്ലോ. ഓക്കെ, ഇവിടെ വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. 3 ways to obtain an item to an organization. ജാസ്മിൻ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്, പക്ഷെ ജാസ്മിന്റെ വീട്ടില് ഫാൻ കറങ്ങുന്നത് മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ. ജാസ്മിനെ കാണുന്നില്ല. ആളവിടെ പോയി? വീഡിയോ എന്തായാലും ഓൺ ആക്കി വെച്ചേക്കാണ്, ആളെ കാണുന്നില്ല. ടീച്ചർ, എനിക്ക് ജലദോഷം കാണാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ ഉണ്ട് ടീച്ചർ. വയ്യ, ജലദോഷമൊക്കെ. ജലദോഷമൊക്കെയാണ്, അതാണോ സൗണ്ട് വല്ലാതിരിക്കുന്നേ? തന്നെ ടീച്ചർ. മഴയൊക്കെ ഉണ്ടോ അവിടെ? മഴയുണ്ട് ടീച്ചർ. മഴയൊക്കെ പെട്ടെന്ന് ആ ക്ലൈമറ്റ് ചേഞ്ച് വന്നതുകൊണ്ടായിരിക്കും. 2-3 ദിവസമൊക്കെ ഭയങ്കര വെയില്, പിന്നെ ഇടയ്ക്ക് മഴ, പിന്നെ വെയില്, അങ്ങനെ അതുകൊണ്ടായിരിക്കും. തുഷാര ഓക്കെ അല്ലേ? തുഷാരക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? No, teacher. ഓക്കെ, ആർക്കൊന്നും ഒരു സൗണ്ടും ഇല്ല. അത് നിങ്ങൾ 2-3 പേരാണ് സ്ഥിരം കയറുന്നത്. നിങ്ങൾ ഒരു എനർജി ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് എന്താ ഒരു ഷാരോൺ? എന്താ മിസ്? ഓക്കെ, നമുക്ക് നോക്കാം. 3 ways to obtain an item to an organization. അപ്പൊ നമുക്ക് ഒരു ഐറ്റം നമ്മൾ നേടുന്നത് നമുക്ക് 3 വേസിലൂടെയാണ്. അതിനകത്ത് ഫസ്റ്റ് വരുന്നത് പർച്ചേസിങ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്. എന്ത് ചെയ്യാം? നമുക്ക് ഒരു പുതിയ എക്യുപ്മെന്റ് വാങ്ങാം. അപ്പൊ ഒരു എക്യുപ്മെന്റ് നമുക്ക് ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ കിട്ടുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത് നമ്മൾ പ്രധാനമായിട്ട് 3 വേസിലൂടെയാണ് കിട്ടുന്നത്. ഫസ്റ്റ് നമുക്ക് ഒരു പർച്ചേസിങ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്, ഒരു പുതിയ എക്യുപ്മെന്റ് വാങ്ങാം. ഇനി
രണ്ടാമത്തെ നോക്കിയേ പർച്ചേസിങ് ഓഫ് യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പുതിയത് തന്നെ വാങ്ങണമെന്നില്ല. അപ്പൊ പുതിയത് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല, അങ്ങനെ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്തത്, അത് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഓർ ഓൾഡ് എക്യുപ്മെന്റ് സെക്കൻഡ് ഹാൻഡ് ഒക്കെ ആയിട്ട് നമുക്ക് വാങ്ങാം. യൂസ് ചെയ്ത എക്യുപ്മെന്റ് വാങ്ങാം, അല്ലെങ്കിൽ പഴയ എക്യുപ്മെന്റ് വാങ്ങാം. നെക്സ്റ്റ് തേർഡ് വൺ ആണ് ബൈ ലീസിങ്. ലീസിങ് എന്ന് പറഞ്ഞാൽ എന്താ? LEASING, ലീസിങ്. പാട്ടത്തിന് എടുക്കാം, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കാം, റെന്റിന് ഇത്ര ദിവസത്തേക്ക് നമ്മൾ എക്യുപ്മെന്റ്സുകളൊക്കെ എടുക്കാറില്ലേ? നമ്മൾ വീട്ടിലേക്കൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ആവശ്യമുള്ള മെഷീൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ലീസിങ്ങിന് എടുക്കും. നമ്മൾ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ 2 ദിവസത്തേക്കൊക്കെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാടകയ്ക്ക് എടുക്കാറില്ലേ? റെന്റിന് എടുക്കൂലേ? അതാണ് ബൈ ലീസിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 3 വേസിലാണ് പ്രധാനമായിട്ടും എക്യുപ്മെന്റ്സ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ നമുക്ക് ന്യൂ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ യൂസ് ചെയ്തത് അല്ലെങ്കിൽ ഓൾഡ് എക്യുപ്മെന്റ് നമുക്ക് വാങ്ങാം, പർച്ചേസ് ചെയ്യാം ബൈ ലീസിങ്. അതും അല്ലെങ്കിൽ നമുക്ക് അത് റെന്റിന് എടുക്കാം, വാടകയ്ക്ക് എടുക്കാം, അല്ലെങ്കിൽ പാട്ടത്തിന് എടുക്കാം. ഇനി നോക്കിയേ, അതിനകത്ത് ഫസ്റ്റ് തരുന്നത് പർച്ചേസിങ് എ ന്യൂ എക്യുപ്മെന്റ്. ഒരു പുതിയ എക്യുപ്മെന്റ്, ഒരു ന്യൂ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടേ? To collect the relevant data about the equipment or from the user department. അപ്പൊ ഒന്നാമത്തെ എന്താ? നമ്മൾ ഫസ്റ്റ് ടു കളക്ട് ദ റിലവന്റ് ഡേറ്റ. നമ്മളൊരു പുതിയ എക്യുപ്മെന്റ് എടുക്കുമ്പോൾ എന്താ? അതിന് ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യണം. എബൌട്ട് ദ എക്യുപ്മെന്റ്, ആ എക്യുപ്മെന്റിനെ കുറിച്ചുള്ള ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യണം. ഓർ ഫ്രം ദ യൂസർ ഡിപ്പാർട്ട്മെന്റ്, പ്രസ്തുതമായിട്ട് ആ ഉപകരണത്തെ കുറിച്ച് ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യണം. നമ്മൾ ഒരു ബന്ധം ഇല്ലാതെ നമ്മൾ ഒരെണ്ണം വാങ്ങില്ല. നമ്മൾ ഒരു പുതിയൊരു എക്യുപ്മെന്റ് വാങ്ങുമ്പോൾ അതിനെക്കുറിച്ച് ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ ആണെങ്കിലും നമ്മൾ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യണം. അതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ അത് വാങ്ങുന്നത്. ഇനി സെക്കൻഡ് നോക്കിയേ, ടു ഇൻവൈറ്റ് ദ കൊട്ടേഷൻ ഫ്രം ദ സപ്ലയർ. രണ്ടാമത്തെ നോക്കിയേ, ടു ഇൻവൈറ്റ് ദ കൊട്ടേഷൻ ഫ്രം ദ സപ്ലയർ. സപ്ലയറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? കൊട്ടേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇൻവൈറ്റ്, to invite the quotation from the supplier. സപ്ലയറിൽ നിന്ന് quotations invite ചെയ്യുന്നു. നെക്സ്റ്റ് അസസ്മെന്റ് ഓഫ് ദ quotation of bids. ബിഡ്സ് എന്ന് വെച്ചാൽ എന്താ പറയാ, ലേലം വിളിക്കുകയാണ്. അസസ്മെന്റ് ഓഫ് കൊട്ടേഷൻ, എന്നിട്ട് ആ കൊട്ടേഷൻ അസസ് ചെയ്യുന്നു, അതിനെ വിലയിരുത്തുന്നു. ഓർ ബിഡ്സ് എന്നാട്ടോ അവിടെ, OR, ഓർ ബിഡ്സ്, അല്ലെങ്കിൽ ലേലം വിളിക്കുന്നു. ഒരു പുതിയ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് ആ എക്യുപ്മെന്റിനെ കുറിച്ച് ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു ഫ്രം യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. ടു ഇൻവൈറ്റ്, രണ്ടാമത്തെ ആ കൊട്ടേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നു. പിന്നെ അടുത്ത കൊട്ടേഷൻ അസസ് ചെയ്യുന്നു. അത് ഓർ ബിഡ്സ്, അല്ലെങ്കിൽ അത് ലേലം വിളിക്കുന്നു. ഇനി അതിനകത്ത് വരുന്ന ഫാക്ടേഴ്സ്, എന്തൊക്കെ ഘടകങ്ങളാണ്? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് ഈ ഒരു ഭാഗം. നോക്കിയേ, ഫാക്ടേഴ്സ് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്? അതിനകത്ത് ഫസ്റ്റ് വരുന്ന എക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ. എക്കണോമിക് ലൈഫ് എന്താന്ന് നോക്കിയേ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ സർവീസ് ലൈഫ് ഓഫ് ആൻ അസെറ്റ്. അസെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആസ്തി, ഒരു മുതൽ. ആ ഒരു ഇതിന്റെ സർവീസ് ലൈഫ് ആണ് ഈ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ സർവീസ് ലൈഫ് ഓഫ് ആൻ അസെറ്റ് വിച്ച് റെഡ്യൂസ് ദ ആവറേജ് കോസ്റ്റ് പെർ പീരിയഡ് ഓഫ് സർവീസ്. അതെന്താ ചെയ്യുന്നേ? ഒരു സേവന കാലയളവിലുള്ള ശരാശരി ചെലവ് കുറയ്ക്കുക ചെയ്യുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ടൈം ആൻഡ് കോസ്റ്റ്. ഇതിനകത്ത് ഉൾപ്പെടുന്നത് ഏതൊക്കെയാ? ടൈം വരും, എത്ര നാള് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ്, വില, ഇതൊക്കെ ഡിമെൻഷൻ എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുന്നു. ടൈമും കോസ്റ്റും ഒക്കെ ഇതിനകത്ത് ഈ എക്കണോമിക് ലൈഫ് ഓഫ് മെഷീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതായത് എക്കണോമിക് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മളത് ആ മെഷീന്റെ സർവീസ് ലൈഫാണ്. നമ്മളൊരു മെയിൻ്റനൻസ് ഒന്നും ചെയ്യാതെ നമുക്ക് ഒരു എക്യുപ്മെന്റ് വാങ്ങിയാൽ അത് നമുക്ക് ഒരു മെയിൻ്റനൻസ് ചെയ്യാതെ നമുക്ക് എത്ര നാള് ഉപയോഗിക്കാൻ പറ്റും. അതാണ് എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. മെയിൻ്റനൻസ് ഒന്നും ചെയ്യാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ലൈഫാണ് എക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു മെഷീൻ നമ്മൾ മേടിച്ചു, അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് മേടിച്ചു, നമുക്കതൊരു 10 വർഷം ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയാണ്. അപ്പൊ അത് അത്രയും തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്.
ഓക്കെ, ഒരു 10 വർഷം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീൻ ആണെങ്കിൽ ആ 10 വർഷം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. അതെന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ഒന്നും ചെയ്യാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ലൈഫാണ് എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മളൊരു എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് വാങ്ങിച്ചു, അപ്പൊ അതിന് ഇപ്പൊ 10 വർഷം അതിന്റെ ലൈഫ് പറയുകയാണെങ്കിൽ ഒരു 8 വർഷം ആകുമ്പോഴത്തേക്കും ചീത്തയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് മെയിൻ്റനൻസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 വർഷം കൂടിയൊക്കെ തട്ടിമുട്ടി പോകാൻ പറ്റുമായിരിക്കും. ഓക്കെ, അപ്പൊ അത് നമ്മൾ അത് മെയിൻ്റനൻസ് ഒന്നും ചെയ്യാതെ നമ്മൾ അത് ആ മെഷീൻ ഫ്രഷ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു ടൈമാണ്, ആ ഒരു പീരീഡ് ആണ് എക്കണോമിക് ലൈഫ് എന്ന് പറഞ്ഞിട്ട് കൺസിസ്റ്റ് ഓഫ് ദ സർവീസ് ലൈഫ് ഓഫ് ആൻ അസെറ്റ്. ഇപ്പൊ ചോദിക്കാം സർവീസ് ലൈഫ് എന്ന് പറയുന്നത് ഏതാ? എക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ സർവീസ് ലൈഫ് ഓഫ് ആൻ അസെറ്റ്. അതെന്ത് ചെയ്യുന്നു? വിച്ച് റെഡ്യൂസ് ദ ആവറേജ് കോസ്റ്റ് പെർ പീരീഡ് ഓഫ് സർവീസ്. ഇറ്റ് ഇൻക്ലൂഡ്സ്, അതിനകത്ത് വരുന്ന ടൈമും കോസ്റ്റും ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. നെക്സ്റ്റ് നോക്കിയേ, ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ. മെഷീന്റെ ഫിസിക്കൽ ലൈഫ് എന്താ? ദ ടോട്ടൽ പീരീഡ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദ മെഷീൻ ഓർ ദ എൻറ്റയർ ലൈഫ് ഓഫ് ദ മെഷീൻ. രണ്ടാമത്തെ നോക്കിയേ, ഫിസിക്കൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെഷീന്റെ അതിന്റെ പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമതയുടെ ആകെ അളവിനെയാണ് ഫിസിക്കൽ ലൈഫ് എന്ന് പറയുന്നത്. ടോട്ടൽ പീരീഡ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദ മെഷീൻ, ദാറ്റ് ഈസ് ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ. എന്താ ഫിസിക്കൽ ലൈഫ് എന്ന് പറഞ്ഞാൽ? ഫിസിക്കൽ ലൈഫ് എന്താ? ടോട്ടൽ പീരീഡ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദ മെഷീൻ. ആ ഒരു മെഷീന്റെ, ആ ഒരു യന്ത്രത്തിന്റെ പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമതയുടെ ആകെ ആ ഒരു അളവിനെയാണ് നമ്മൾ ഫിസിക്കൽ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർ എൻറ്റയർ ലൈഫ് ഓഫ് ദ മെഷീൻ. അതിന്റെ എൻറ്റയർ ലൈഫ്, ആ മെഷീന്റെ മൊത്തത്തിലുള്ള ജീവിതവും മൊത്തത്തിലുള്ള ആ ടൈമും. ഇപ്പൊ നമ്മള് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇത്രയും നാള്, പിന്നെ അത് വേണമെങ്കിൽ മെയിൻ്റെനൻസ് ചെയ്ത് കുറച്ചു കാലം കൂടി ഉപയോഗിക്കാം. അപ്പൊ ആ ഒരു മെഷീൻ മൊത്തത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അതിന്റെ എൻറ്റയർ ലൈഫിനെയാണ് ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് തേർഡ് നോക്കിയേ, ടാക്സ് ലൈഫ്. ദ നമ്പർ ഓഫ് ഇയേഴ്സ് ഓവർ which the capital cost can be received back. Okay, മെഷീന്റെ ആ കാലാവധി, അതിനാണ് ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് ഇയേഴ്സ് ഓവർ which the capital cost can be received back. മെഷീന്റെ ആ കാലാവധി, അതിനാണ് ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്, കാലാവധി. ഇനി നെക്സ്റ്റ് എക്കണോമിക് ഫോർകാസ്റ്റിംഗ്. എക്കണോമിക് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രവചനം. അത് നോക്കിയേ, ഒബ്റ്റൈനബിലിറ്റി ഓഫ് സ്പെയർസ്, സ്പെയറുകളുടെ ലഭ്യത, ഇലക്ട്രിസിറ്റി, അതൊക്കെ ഈ എക്കണോമിക് ഫോർകാസ്റ്റിംഗിൽ വരുന്നതാണ്. ഒബ്റ്റൈനബിലിറ്റി ഓഫ് സ്പെയർസ്, ഇലക്ട്രിസിറ്റി. നെക്സ്റ്റ് നോക്കിയേ, ഈ പൊട്ടൻഷ്യാലിറ്റി ഇൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം. നിലവിലുള്ള സിസ്റ്റത്തിന്റെ, സംവിധാനത്തിന്റെ സാധ്യത. പൊട്ടൻഷ്യാലിറ്റി ഇൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം, നിലവിലുള്ള സിസ്റ്റത്തിന്റെ സാധ്യത. നെക്സ്റ്റ് എഫ്, എക്കണോമിക് സർവേ ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ്. എക്കണോമിക് സർവേ, നിക്ഷേപത്തിന്റെ സാമ്പത്തിക സർവേ. എക്കണോമിക് സർവേ ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ്. ജി പറയുന്നത് കോസ്റ്റ് കൺസിഡറേഷൻ, ഇനിഷ്യൽ കോസ്റ്റ് ഓർ പർച്ചേസ് കോസ്റ്റ്, ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, ബ്രേക്ക് ഡൗൺ കോസ്റ്റ്. ഇത് അടുത്തത് ജിയിൽ വരുന്നതാണ്. കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നു, കോസ്റ്റ് കൺസിഡറേഷൻ. ഇതൊക്കെ അതിന്റെ മെഷീന്റെ ലൈഫിനെയൊക്കെ ബാധിക്കുന്ന കുറച്ച് ഘടകങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനിഷ്യൽ കോസ്റ്റ് ഓർ പർച്ചേസിന് വേണ്ടി വരുന്ന കോസ്റ്റ്, ഇൻസ്റ്റോൾ ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് ഓർ ബ്രേക്ക് ഡൗൺ കോസ്റ്റ്. അത് ബ്രേക്ക് ഡൗൺ ആയി കഴിയുമ്പോൾ അത് നന്നാക്കാൻ വേണ്ടിയൊക്കെ വരുന്ന കോസ്റ്റ്. ഇതൊക്കെ കോസ്റ്റ് കൺസിഡറേഷനിൽ വരുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ഫാക്ടേഴ്സിൽ വരുന്നത്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. എക്കണോമിക് ലൈഫ്, ഫിസിക്കൽ ലൈഫ്, ടാക്സ് ലൈഫ്, ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സർവീസ് ലൈഫ് എന്ന് പറഞ്ഞേതാ? സർവീസ് ലൈഫ് ഓഫ് ആൻ അസെറ്റ്. economic life. Economic life. The total period of productivity of the machine. Physical life. Physical life. The number of years over which the capital cost can be received. Tax life. ടാക്സ് ലൈഫ്. മെഷീന്റെ ആ കാലാവധിക്കാണ് ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ എക്കണോമിക് ഫോർകാസ്റ്റിംഗ്, പൊട്ടൻഷ്യാലിറ്റി ഇൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം, നിലവിലുള്ള സംവിധാനത്തിന്റെ സാധ്യത, എക്കണോമിക് സർവേ ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ്, കോസ്റ്റ് കൺസിഡറേഷൻ. ഇത്രയും ഫാക്ടേഴ്സിൽ വരുന്നതാണ്.
ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന പർച്ചേസിങ് ഓഫ് ആൻ ഓൾഡ് എക്യുപ്മെന്റ്. ഇനി പഴയ ഇപ്പൊ പുതിയ എക്യുപ്മെന്റിന്റെ കാര്യമാണ് ഈ പറഞ്ഞതൊക്കെ വന്നത്, അതിന്റെ ഫാക്ടേഴ്സ് ആണ് ഈ പറഞ്ഞത്. ഇനി ഒരു പഴയ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പർച്ചേസിങ് ഓഫ് ആൻ ഓൾഡ് എക്യുപ്മെന്റ്. ഓൾഡ് എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ. Done owing to shortage of money or to use the equipment as an experiment. Four main source of purchasing an old equipment. എപ്പോഴാണ് നമ്മൾ പഴയ സാധനം വാങ്ങുന്നത്? ഓൾഡ് എക്യുപ്മെന്റ് വാങ്ങുന്നത് എപ്പോഴാ? ഷോർട്ടേജ് ഓഫ് മണി. മണിയുടെ ഷോർട്ടേജ്. പുതിയത് വാങ്ങാൻ നമുക്ക് പൈസ ഇല്ലാത്ത ഒരു ടൈമിലല്ലേ നമ്മൾ പഴയതിലേക്ക് പോകുന്നത്, അല്ലേ? അപ്പൊ നിങ്ങളൊക്കെ ഒരു പുതിയ ടൂ വീലർ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ആ പുതിയ ടൂ വീലർ എടുക്കാനുള്ള പൈസ ഇല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സെക്കൻഡ് ഹാൻഡാ നോക്കുന്നത്, അല്ലേ? അത്രയും പൈസ നമ്മുടെ കയ്യില് മണിയുടെ ഷോർട്ടേജ് ഉണ്ടെങ്കിലാണ് നമ്മൾ ഒരു പഴയ എക്യുപ്മെന്റ്, ഓൾഡ് എക്യുപ്മെന്റ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. എല്ലാരും അങ്ങനെയല്ലേ? സെക്കൻഡ് ഹാൻഡ് നമ്മൾ ഫ്രഷ് ആയിട്ട് വാങ്ങാനുള്ള പൈസ ഇല്ലാതെ വരുമ്പോഴാണ് സെക്കൻഡ് ഹാൻഡിലേക്ക് പോകുന്നത്, അല്ലേ? ഇവിടെ നോക്കിയാൽ ഡൺ warning to shortage of money or to use the equipment as an experiment. ഒരു പരീക്ഷണമായിട്ട് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ നമുക്ക് മണിയുടെ ഷോർട്ടേജ് വരുമ്പോഴൊക്കെയാണ് നമ്മൾ ഓൾഡ് എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്ന 4 മെയിൻ സോഴ്സ് ഫോർ പർച്ചേസിങ് ആൻ ഓൾഡ് എക്യുപ്മെന്റ്. ഒരു ഓൾഡ് എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാനുള്ള 4 മെയിൻ സോഴ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് നോക്കിയേ, ഡയറക്ട്ലി ബൈയിങ് ഫ്രം ദ ഓണർ. ഫസ്റ്റ് നമുക്ക് എങ്ങനെ വാങ്ങാം ഒരു പഴയ എക്യുപ്മെന്റ് വാങ്ങാൻ? ഡയറക്ട്ലി ബൈയിങ് ഫ്രം ദ ഓണർ. ഓണറിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാങ്ങാം. അതിന്റെ ഉടമസ്ഥൻ ആരാണ്? അവരിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വാങ്ങാം. ഡയറക്ട്ലി ബൈയിങ് ഫ്രം ദ ഓണർ. ഉടമയിൽ നിന്ന്, അതിന്റെ ഓണർ അല്ലെങ്കിൽ ഉടമയിൽ നിന്ന് നമുക്ക് നേരിട്ട് വാങ്ങാം. അഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് വി can see the working of the particular equipment and also about the details of past usage of the considered equipment. അപ്പൊ അങ്ങനെ നമ്മൾ നേരിട്ട് വാങ്ങുമ്പോ എന്താ നമുക്ക് ഗുണം? എന്താണ് നേരിട്ട് വാങ്ങുമ്പോ നമുക്ക് അഡ്വാൻറ്റേജ് എന്താ? ഡയറക്ട്ലി ബൈയിങ് ഫ്രം ദ ഓണർ. ഓണറിൽ നിന്ന് ഞാൻ നേരിട്ട് വാങ്ങാണ്. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ഇത് വാങ്ങണം, ഞാൻ ആ ഓണറിൽ നിന്ന് നേരിട്ട് വാങ്ങുമ്പോൾ അതിന് ഇടനിലക്കാരന് ആരൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് വാങ്ങുമ്പോൾ നമുക്ക് എന്താ? അതാ നോക്കിയേ, അഡ്വാൻറ്റേജ് എന്താ പറയുന്നത്? ഈസ് വി ക്യാൻ സീ ദ വർക്കിംഗ് ഓഫ് ദ പർട്ടിക്കുലർ എക്യുപ്മെന്റ്. നമുക്കത് എങ്ങനെയാണെന്ന് വർക്കിംഗ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ നേരിട്ട് അറിയാലോ, അല്ലേ? ഒരു മൂന്നാമൊരാള് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് അയാൾ ഇടപെട്ടിട്ടായിരിക്കും. പക്ഷെ നമുക്ക് നേരിട്ട് ആ ഓണറിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ നമുക്ക് ആ പർട്ടിക്കുലർ എക്യുപ്മെന്റിന്റെ വർക്കിംഗ് ഒക്കെ നേരിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ അബൌട്ട് ദ ഡീറ്റെയിൽസ് ഓഫ് പാസ്റ്റ് യൂസേജ് ഓഫ് ദ കൺസേർഡ് എക്യുപ്മെന്റ്. അതുപോലെ തന്നെ അതിന്റെ പാസ്റ്റ് യൂസേജ്, മുൻകാല ഉപയോഗം, ആ ഉപകരണങ്ങളുടെ മുൻകാല ഉപയോഗത്തിന്റെ ഒക്കെ അല്ലെങ്കിൽ ആ ഉപയോഗത്തിന്റെ വിശദാംശങ്ങളൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. ഡയറക്റ്റ് അയാളുമായിട്ട് നേരിട്ട് വാങ്ങുമ്പോൾ അതൊക്കെ നമുക്കൊരു അഡ്വാൻറ്റേജ് അല്ലേ? ഇപ്പൊ വേറൊരാൾ ഇടപെട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് അത് ഡയറക്റ്റ് അറിയാൻ പറ്റില്ല. അയാളിൽ നിന്ന് നേരിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, എക്യുപ്മെന്റ് വർക്കിംഗ് എങ്ങനെയാണെന്നും അതിന്റെ പാസ്റ്റ് യൂസേജ് എങ്ങനെയാണ്, അത് പാസ്റ്റിൽ എങ്ങനെയൊക്കെ ആണ്, അത് എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട്, അതിന്റെ ഉപയോഗമൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ള അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അത് രണ്ടുമാണ് അതിന്റെ അഡ്വാൻറ്റേജ് പറയുന്നത്. ഇനി യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ് ഡീലേഴ്സ്. രണ്ടാമത്തെ നോക്കിയേ, യൂസ്ഡ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഓൾഡ് എക്യുപ്മെന്റ് ഡീലേഴ്സിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ, ഡീലർമാരില്ലേ ഇടനിലക്കാര്, ബ്രോക്കേഴ്സ് ഒക്കെ, അവരിൽ നിന്ന് നമ്മൾ വാങ്ങുകയാണെങ്കിൽ എങ്ങനെയാ? വാറണ്ടി ഫോർ എ ഷോർട്ട് പീരീഡ്. അപ്പൊ അതെങ്ങനെയാ നമുക്ക് നോക്കിയേ, വാറണ്ടി കുറച്ച് പീരീഡിലേക്കായിരിക്കും. 2 types of equipment received from them. 2 ടൈപ്പ് എക്യുപ്മെന്റ് ആണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. റീബിൽഡ് ആൻഡ് റീകണ്ടീഷൻഡ് എക്യുപ്മെന്റ്. റീബിൽഡ് പുനർനിർമ്മിച്ചത്, പുനർനിർമ്മിച്ചത്, റീബിൽഡ് ചെയ്തത്. അതുപോലെ തന്നെ പറയുന്നതാണ് റീകണ്ടീഷൻഡ് എക്യുപ്മെന്റ്, പുനഃസ്ഥാപിച്ചതുമായിട്ടുള്ള എക്യുപ്മെന്റ് ആണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വാറണ്ടി എന്ന് പറയുന്നത് ഷോർട്ട് പീരീഡിലേക്ക് മാത്രമായിരിക്കും. ഓക്കെ, യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ് ഡീലേഴ്സിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ അതിന്റെ വാറണ്ടി എന്ന് പറയുന്നത്, നമ്മൾ ഡയറക്റ്റ് അവരുമായിട്ട് ഒരു ഇതുമില്ല, ഡീലേഴ്സുമായിട്ട് അല്ലെങ്കിൽ ഓണറുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഒന്നുമില്ല, അത് ഡീലർമാരുമായിട്ടാണ് നമ്മൾ അത് എടുക്കുന്നത്. അപ്പൊ അതിന്റെ വാറണ്ടി എന്ന് പറയുന്നത് കുറച്ച് പീരീഡിലേക്കേ ഉണ്ടാവുന്നുള്ളൂ.
2 type of equipment received from there. അവിടെ നിന്ന് 2 type of equipment എടുക്കുന്നത്. ഒന്നിലെ റീബിൽഡ് ചെയ്തത്, റീബിൽഡ് ചെയ്യാന്ന് വെച്ചാൽ പുനർനിർമ്മിച്ചത്, ആൻഡ് റീകണ്ടീഷൻഡ് എക്യുപ്മെന്റ്, പുനഃസ്ഥാപിച്ചതുമായിട്ടുള്ള എക്യുപ്മെന്റ് എടുക്കാം. ഇനി അടുത്ത നോക്കിയേ, സി എന്ന് പറഞ്ഞ ബ്രോക്കേഴ്സ്, ബ്രോക്കർമാരിൽ നിന്നും നമുക്ക് വാങ്ങാം. ഓക്കെ, ബ്രോക്കേഴ്സിൽ നിന്നും. പിന്നെ അടുത്തതാണ് ഡി എന്ന് പറയുന്ന ഓപ്ഷനിസ്റ്റ്. ഓപ്ഷണറീസ് എന്ന് പറയുന്നത് ആരാണ്? ലേലക്കാര്. ഇത് ലേലം വിളിക്കുന്ന ലേലക്കാരിൽ നിന്നും എടുക്കാം. ഓക്കെ, അതൊക്കെ ഒരു സോഴ്സ് ആണ് കേട്ടോ. പഴയ എക്യുപ്മെന്റ്സ് നമുക്ക് മേടിക്കാനുള്ള സോഴ്സുകളാണ്. ഒന്നില്ലെങ്കിൽ എങ്ങനെയാ, ഓണറിൽ നിന്ന് നേരിട്ട് വാങ്ങാം, അല്ലെങ്കിൽ യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ് ഡീലേഴ്സിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ ബ്രോക്കേഴ്സിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ ഓപ്ഷണറീസ് എന്ന് പറയുന്നത് ലേലക്കാരിൽ നിന്നും വാങ്ങാം. ഓക്കെ, ബോത്ത് ആർ റിസ്കി സോഴ്സസ്, എല്ലാം റിസ്കി സോഴ്സ് ആണ്. ആൻഡ് ദർ വിൽ ബി നോ വാറണ്ടി, അവിടെ വാറണ്ടി ഒന്നുമില്ല. നമ്മൾ ഫ്രഷ് വാങ്ങണേന്റെ അത്രയും ഇത് ഉണ്ടാവോ? ഓൾഡ് എക്യുപ്മെന്റ് വാങ്ങുമ്പോ റിസ്ക് തന്നെയാണ്. നമുക്ക് എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റുമെന്നൊന്നും കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അത് ഉപയോഗിച്ച സാധനങ്ങളാണ്, ഓൾഡ് എക്യുപ്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബോത്ത് ആർ റിസ്കി സോഴ്സസ്, എല്ലാം റിസ്കി സോഴ്സ് ആണ്. ആൻഡ് ദർ വിൽ ബി നോ വാറണ്ടി, അതിന് പ്രത്യേക വാറണ്ടി ഒന്നും ഇല്ല. ഓക്കെ, ക്ലിയർ ആയോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. റീഡ് ചെയ്തോ? റീഡ് ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞു. യെസ് ടീച്ചർ. ഉഷാരയുടെ കഴിഞ്ഞോ? ഷാരോണ്ട് കഴിഞ്ഞോ? റീഡ് ചെയ്ത് നോക്കിയോ? കഴിഞ്ഞു മിസ്സേ. ഓക്കെ, എന്നാ നെക്സ്റ്റ് നോക്കിയേ. ഡിസ്അഡ്വാൻറ്റേജസ് ഇൻ ബൈയിങ് ആൻ ഓൾഡ് എക്യുപ്മെന്റ്. ഒരു ഓൾഡ് എക്യുപ്മെന്റ് മേടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ പഴയ ഒരു എക്യുപ്മെന്റ് നമ്മൾ വാങ്ങുമ്പോൾ എന്തൊക്കെ ഡിസ്അഡ്വാൻറ്റേജസ് വരുന്നത് നോക്കിയേ. എക്കണോമിക് ലൈഫ് ഓഫ് പർട്ടിക്കുലർ എക്യുപ്മെന്റ് കനോട്ട് ബി അസർട്ടൈൻഡ്. എക്കണോമിക് ലൈഫ് ഓഫ് ദ പർട്ടിക്കുലർ എക്യുപ്മെന്റ്, ആ എക്യുപ്മെന്റിന്റെ എക്കണോമിക് ലൈഫ് അത് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല, അസേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇത്ര നാള് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ ഞാൻ ഒരു പഴയൊരു എക്യുപ്മെന്റ് മേടിച്ചു, അത് ഞാനൊരു 2 വർഷം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഷുവർ ആക്കി പറയാൻ പറ്റുമോ? നമുക്കത് പറയാൻ പറ്റുമോ? ഇല്ല. ഇല്ല. അതാണ് എക്കണോമിക് ലൈഫ് പീരീഡ് ഓഫ് പർട്ടിക്കുലർ എക്യുപ്മെന്റ് കനോട്ട് ബി അസർട്ടൈൻഡ്. അത് നമുക്ക് എക്കണോമിക് പീരീഡ് അത് നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, ആ പർട്ടിക്കുലർ എക്യുപ്മെന്റിന്റെ എക്കണോമിക് പീരീഡ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കത് അസേർട്ട് ചെയ്യാൻ പറ്റില്ല, നിർണ്ണയിക്കാൻ കഴിയില്ല. അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് നോക്കിയേ, നോ ആഫ്റ്റർ സെയിൽ സർവീസ്. വിൽപ്പനാനന്തര സേവനം നമുക്കില്ല. നോ സെയിൽ, നോ ആഫ്റ്റർ സെയിൽ സർവീസ്, വിൽപ്പനാനന്തര സേവനം ഇല്ല. പിന്നെ അത് നമുക്കിപ്പോ നമ്മളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ സർവീസ് ഉണ്ടാവോ? നമ്മളൊരു പഴയ സാധനം നമ്മൾ വാങ്ങി, അതിപ്പോ എന്താ പറയാ, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് സർവീസ് ഉണ്ടാവോ? അതിന് പ്രത്യേക വാറണ്ടി ഒന്നും ഇല്ലല്ലോ, ഗ്യാരണ്ടി ഒന്നും ഇല്ല. നമ്മൾ ഇത്ര നാൾ ഉപയോഗിക്കാം. അപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങൾ വന്നാൽ പിന്നെ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല. അവിടെ
എന്താണ് നോ ആഫ്റ്റർ സെയിൽ സർവീസ്, വിൽപ്പനാനന്തര സേവനം ഇല്ല. പിന്നെ അടുത്ത് നോക്കിയേ മെയിൻ്റനൻസ് ചാർജ് ഹൈ, മെയിൻ്റനൻസ് ചെയ്യാനുള്ള അത് നന്നാക്കാനുള്ള ചാർജ് കൂടുതലായിരിക്കും. മെയിൻ്റനൻസ് ചാർജസ് ഹൈ, മെയിൻ്റനൻസ് ചെയ്യാനുള്ള ചാർജ് അത് കൂടുതലായിരിക്കും. ക്ലിയർ ആയോ? ഡിസഡ്വാൻറ്റേജ് 3 ക്ലിയർ ആയോ? Yes, teacher. ഓക്കെ, തുഷാരി ഒന്ന് വായിച്ചേ. Economic life തുഷാരി ഒന്ന് റീഡ് ചെയ്യേട്ടാ. economic life period of particular equipment cannot be ascertained. ഓക്കെ, No after sale service. Maintenance charges high. ഓക്കെ. ഈ നെക്സ്റ്റ് നമ്മള് ലീസിംഗ് ആ പറയുന്നത്. ലീസിംഗ് ഓഫ് എക്യുപ്മെന്റ്, ലീസിംഗ്